വടകരയിൽ കെ മുരളീധരനെ പരിഗണിക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ വടകര മണ്ഡലത്തിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു. മുരളീധരനെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ അനുമതി തേടാൻ ആലോചന. രമേശ് ചെന്നിത്തല കെ മുരളീധരനുമായി സംസാരിച്ചു. മുരളീധരനെ പരിഗണിക്കുന്നത് ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ചർച്ചകളിൽ ധാരണയായതോടെ നേരത്തെ പ്രവീൺ കുമാറിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. അതിനിടെ വടകരയിൽ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാക്കണമെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. മുല്ലപ്പള്ളി അല്ലെങ്കിൽ മറ്റൊരു ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നും ആവശ്യം. മണ്ഡലത്തിൽ P. ജയരാജനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉന്നയിച്ച് മുസ്ലിം ലീഗും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിലും മുസ്ലിം ലീഗ് അതൃപ്തി അറിയിച്ചു. രാഹുൽ ഗാന്ധി വന്നപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമായിരുന്നു. അന്ന് പ്രഖ്യാപിക്കാതിരുന്നത് വലിയ പാകപ്പിഴയെന്നും ഹൈദരലി ശിഹാബ് തങ്ങൾ. വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ യൂത്ത് കോൺഗ്രസും അതൃപ്തി അറിയിച്ചിരുന്നു. പാർട്ടിയുടെ രക്തസാക്ഷികളെ ഓർത്തെങ്കിലും വടകര മണ്ഡലത്തിലെ മത്സരത്തെ ഗൗരവത്തോടെ കാണണമെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വടകരയടക്കം 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രവർത്തകർക്കിടയിൽ അമർഷം ശക്തമാണ്. വടകരയിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് സ്ഥാനാർത്ഥി നിർണയം വീണ്ടും നേതൃത്വത്തിന് തലവേദനയായത്. വിമർശിച്ച് കോടിയേരി. കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർലമെന്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ കഴിയാത്ത കോൺഗ്രസ് എങ്ങനെ രാജ്യത്തെ നയിക്കാനാകും? 2004 ഇടതുപക്ഷത്തിന് വൻ മുന്നേറ്റം നടത്താനാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കോടിയേരി. പ്രതികരണം: വയനാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ സംസ്ഥാന കോൺഗ്രസിലെ AI ഗ്രൂപ്പ് തർക്കം തുറന്ന പോരിലേക്ക് എത്തിയ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി വേണ്ട. മുനമ്പം മനുഷ്യക്കടത്ത് കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറേണ്ടതില്ലെന്ന് സർക്കാർ. പോലീസ് അന്വേഷണം കാര്യക്ഷമമെന്നും സർക്കാർ റിപ്പോർട്ട്. ഇരകളെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ മുനമ്പത്ത് നടന്നത് മനുഷ്യക്കടത്തെന്ന് പറയാനാവില്ല. കേസിൽ അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ തന്നെയാണ് ബോട്ടിൽ ഇന്ത്യ വിട്ടവരെന്നും സർക്കാർ. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസായിട്ടും എന്തുകൊണ്ട് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയില്ല എന്ന് നേരത്തെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. മുനമ്പം തീരത്ത് നിന്ന് ജനുവരി 12 സ്ത്രീകളും കുട്ടികളുമടക്കം 100-ലേറെ പേർ ദയാമാത എന്ന ബോട്ടിൽ വിദേശത്തേക്ക് കടന്നത്. അതൃപ്തിയുമായി RSSും. BJP സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച് RSS. ശക്തരായ നേതാക്കളെ കേരളത്തിൽ സ്ഥാനാർത്ഥികളാക്കണമെന്ന് ആവശ്യം. K. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും പ്രധാന മണ്ഡലങ്ങൾ നൽകണമെന്നും RSS. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെയാണ് RSS അതൃപ്തി അറിയിച്ചത്. പത്തനംതിട്ടയിൽ K. സുരേന്ദ്രന് വേണ്ടി സമ്മർദ്ദം ശക്തം. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയാണ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. സുരേന്ദ്രന് വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ സമ്മർദ്ദം ശക്തമാക്കിയത് ദേശീയ നേതൃത്വത്തെ വീണ്ടും കുഴച്ചു. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ ഫേസ്ബുക്ക് പേജിൽ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തകരും രംഗത്തെത്തിയതോടെ പട്ടികയിൽ വീണ്ടും മാറ്റം വരുത്തേണ്ട അവസ്ഥയിലാണ് നേതൃത്വം. പത്തനംതിട്ടയോ തൃശൂരോ ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സുരേന്ദ്രനെ പരിഗണിക്കുന്നത് ആറ്റിങ്ങലിൽ. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തൃശൂർ ഉറപ്പിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട സീറ്റിനായി ആവശ്യമുന്നയിച്ച കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെ കൊല്ലത്തേക്കാണ് പരിഗണിക്കുന്നത്. പത്തനംതിട്ട അല്ലാതെ മറ്റൊരു മണ്ഡലത്തിലും മത്സരിക്കില്ലെന്ന നിലപാടിൽ കണ്ണന്താനവും. ജീവനെടുത്ത ഇടായി. ആഫ്രിക്കയുടെ തെക്കൻ മേഖലകളിൽ ആഞ്ഞടിച്ച ഇടായി ചുഴലിക്കാറ്റിൽ മരണസംഖ്യ 250 കടന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക്. മൊസാംബിക്, സിംബാബ്വെ, മലാവി എന്നീ രാജ്യങ്ങളാണ് ഇടായി ചുഴലിക്കാറ്റ് നാശം വിതച്ചത്. 15 ലക്ഷത്തിലധികം പേർ ദുരിതബാധിതരെന്ന് റിപ്പോർട്ട്. സിംബാബ്വേയിൽ മാത്രം 98 പേർ മരിച്ചു. 217 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് മൊസാംബിക്കിൽ. മരണസംഖ്യ 1000 കടക്കുമെന്ന ആശങ്കയുള്ളതായി മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പെ ന്യൂയിസി. വാർത്താവിതരണ സംവിധാനങ്ങൾ തകരാറിലായതിനാൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇനിയും പുറത്തു വന്നിട്ടില്ല. റെഡ് ക്രോസിന്റെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം തുടരുന്നു. 200 കിലോമീറ്ററിലധികം വേഗത്തിലാണ് കാറ്റ് ആഞ്ഞടിച്ചത്. മൊസാംബിക്കിലെ ബെയ്റ നഗരം പൂർണ്ണമായി തകർന്നു. ശക്തമായ കാറ്റിൽ ബെയ്റയിലെ അണക്കെട്ട് തകർന്നതാണ് നാശനഷ്ടങ്ങൾ രൂക്ഷമാക്കിയത്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സ്നേഹ ചേരും. നമസ്കാരം.